ഹായ്, പുതിയ വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അയലാൻ റിവ്യൂലോട്ടാണ്. അയലാൻ ഡയറക്ടർ റൈറ്റർ ആർ രവികുമാർ, രണ്ടുപേര് ചേർന്നാണ് എഴുതിയേക്കുന്നത്. ഒരാൾ ആർ രവികുമാർ ഡയറക്ടർ തന്നെ, ബാക്കി ഒരാളുടെ പേര് ഓർമ്മയില്ല. പിന്നെ എഡിറ്റർ റൂബൻ, എഡിറ്റർ നല്ലോണം ചെയ്തിട്ടുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ ഇതിൻ്റെ VFX നല്ല പ്രാധാന്യം കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് VFX നല്ല രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു. തുടക്കം നമുക്ക് നോക്കാം. തുടക്കമാണെങ്കിൽ അന്യഗ്രഹം ഗാലക്സിയിൽ നിന്നൊരു ഇത് സ്പാർക്ക് ഇപ്പോൾ ഭൂമിയിലോട്ട് പതിക്കുക. അത് നമ്മുടെ ഇവിടുത്തെ ഏലിയൻ അത് തിരക്കി വരുന്ന ആ സ്പാർക്ക് തിരക്കി. അപ്പോൾ അങ്ങനെ സ്പാർക്ക് തിരക്കി വരുന്ന അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന കുറച്ച് കഥ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇത് സാധാരണ ഇതിന് മുമ്പ് ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു, കോൽ മിൽഗയ, പഴയ ഒരു സിനിമയാണ്. പണ്ടൊക്കെ കണ്ട് കുറേ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കോൽ മിൽഗയ. അതിനകത്ത് ഇതേപോലെ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വരുന്നു, പിള്ളേരുമായിട്ടൊക്കെ കളിച്ച് ഇങ്ങനെയൊക്കെ പോകും, അങ്ങനെ ഒരു പശ്ചാത്തലം. അതേപോലെ അതിൻ്റെ കൂട്ട് ഒരു സിനിമയാണ് ഇതും. പിന്നെ ഈ സിനിമ അനൗൺസ് ചെയ്തത് 2016, കുറേ വർഷമായി. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒത്തിരി വർഷമായി, അതിൻ്റെ എന്തെങ്കിലും ഷൂട്ടിങ് എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ VFX ആയാലും നമുക്ക് ആ ഒരു അത്രയും കാലയളവ് നമുക്കിതിനകത്ത് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തുടക്കം നോക്കുകയാണെങ്കിൽ ശിവകാർത്തികേയൻ്റെ എൻട്രി. ഇപ്പം അടുത്ത ഇളയ ദളപതി എന്ന് ഭാവിയിൽ വരാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ശിവകാർത്തികേയൻ എന്ന് പറയുന്നത്. ഇപ്പം പണ്ടൊക്കെ വിജയ് സിനിമകൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ആ ഒരു രീതിയിലാണ് പുള്ളി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും ആവും. വിജയ് ആണെങ്കിൽ ഇപ്പം ദളപതിയായിട്ട് നിന്നിട്ട് ഇനി പുള്ളി ഈ സിനിമ ചെയ്യുമെന്ന് അറിയത്തില്ല, കുറേ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പം അടുത്ത 2026 ഇറങ്ങുന്നുണ്ടൊക്കെ പറയുന്നത്. അത് പോട്ടെ. ഇപ്പം മറ്റേ ആക്ടേഴ്സൊക്കെ ആരെന്ന് പറഞ്ഞാൽ രകുൽ പ്രീത് സിംഗ് ഉണ്ട്, യോഗി ബാബു ഉണ്ട്, പിന്നെ എന്തിരൻ്റെ അകത്ത് ഉള്ള ഒരു ആക്ടറുണ്ട്, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന, ഇപ്പോൾ അത്യാവശ്യം ചിരിക്കാനും ഇതും ഹ്യൂമറൊക്കെ നല്ലോണം ചിലയിടത്തൊക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇൻട്രോ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇപ്പം കാട്ടിലെ ഒരു ആന ഒരു കുഴിയിൽ അകപ്പെട്ടു പോവുക. അവിടെയാണ് ശിവകാർത്തികേയൻ എൻട്രി. അവിടെ വെച്ചാണ്. ശിവകാർത്തികേയനാണെങ്കിൽ പിടിച്ചു കയറ്റാനൊക്കെ നോക്കണം, രണ്ടുപേര് തമ്മിൽ ഒരു ആനക്കുട്ടിയെ പിടിച്ചു കയറ്റാൻ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അപ്പുറത്തൊരു ചീനി കൊണ്ടുവന്ന ഒരു ഉന്തുവണ്ടി, അത് അതിനകത്തുള്ള ചീനി മൊത്തം എടുത്ത് കുഴിക്കകത്ത് ഇട്ടിട്ട് അതിനകത്ത് നിന്ന് പിടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ച് എളുപ്പത്തിലാണെങ്കിൽ നമുക്ക് ആ വലിയ തിട്ടയൊന്നുമല്ല, സൈഡിൽ കുറച്ചൊക്കെ ഇടിച്ച് താത്താൽ അത്രയും ചീനി വേസ്റ്റ് ആകത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻട്രോ സോങ് സാധാരണ നമുക്ക് പണ്ട് കണ്ടുവരുന്നത്, ഇപ്പം ഒരു പഴയ ഒരു കൊമേഴ്ഷ്യൽ പടത്തിനകത്തൊക്കെ വരുന്നതിൻ്റെ കൂട്ട് ഇൻട്രോ കഴിഞ്ഞിട്ട് ഒരു അടിപൊളി പാട്ട്, അങ്ങനെയൊക്കെ ആ ശിവകാർത്തികേയനും ഫോളോ ചെയ്ത് വരുന്നു, ഇപ്പോഴും അത് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏലിയൻ വരുന്നു, ടാറ്റു വന്ന് പുള്ളിയുടെ ഇപ്പോൾ പുള്ളി ഇപ്പോൾ ടാറ്റു വന്നാലും അതിനകത്തൊരു നായകൻ്റെ കൂടെ എന്തുപോലെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നായകൻ്റെ കൂടെ നിൽക്കുന്നു, നായകൻ്റെ കൂടെ ക്ലോസ് ആവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് റൊമാൻറ്റിക്. പക്ഷേ രകുൽ പ്രീത് സിംഗ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട്, പക്ഷേ ഒരു ക്യാരക്ടറിനൊരു ഡെപ്ത് എനിക്ക് തോന്നിയില്ല. അത് എന്താ പറയുന്നത്, ഒരു ഇടയ്ക്ക് സാധാരണ പിന്നെ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ വെറുപ്പിച്ചിട്ടില്ല. ഈ തെലുങ്ക് സിനിമയ്ക്കകത്ത് എൻ്റെ കൂട്ടൊക്കെ രകുൽ പ്രീത് സിംഗിൻ്റെ തെലുങ്ക് അറിയാലോ, തെലുങ്ക് സിനിമമാർ കുറേ അങ്ങ് ഓവറാക്കാൻ വേണ്ടി ആക്ട്രസിനെ കൊണ്ട് ക്യൂട്ട് കാണിച്ച് ഓവറാക്കി കളയും. ഇതിനകത്ത് ഓവറാക്കിയിട്ടില്ല, കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ രാഷ്മിയൊക്കെ ചെയ്തതിൻ്റെ കൂട്ട് ഓവർ ആക്ടിങ് ഒന്നും കാണിച്ചിട്ടില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയാണ്ടായിരിക്കും, തെലുങ്കിലാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഓവറാക്കി ചളവാക്കി കൊടുത്തേനെ. ഇതിപ്പോൾ നല്ല രീതിയിൽ, പക്ഷേ ആ ക്യാരക്ടറിനൊരു ഡെത്തില്ല, എവിടേക്കോ ഒരു കുറവ് പോലെ തോന്നി. പിന്നെ നോക്കാം, കോമഡി യോഗി ബാബുവിൻ്റെ കോമഡിയൊക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ടാറ്റുവിൻ്റെ കോമഡിയൊക്കെ നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. സ്പാർക്ക് വില്ലൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചോണ്ട് പറഞ്ഞു, പിന്നെ സ്പാർക്ക് വില്ലൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റോറി. പിന്നെ ആ സ്പാർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു പോകാൻ നേരത്ത് ഇയാൾക്കൊരു ശിവകാർത്തികേയന് ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു. അങ്ങനെ ആക്സിഡൻറ്റ് പുള്ളി വന്ന് ടാറ്റു വന്ന് രക്ഷിക്കുന്നൊക്കെയുണ്ട്. രക്ഷിച്ചിട്ട് ഇവരുടെ ഇതിലകപ്പെട്ടു പോകുന്നുണ്ട്. ടാറ്റു വന്നെങ്കിൽ വില്ലന്മാരുടെ ഇടയ്ക്ക് അകപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ശിവകാർത്തികേയന് ശക്തി ഇത് കിട്ടുന്നുണ്ട്, അയലൻ്റെ ഒരു കുറച്ച് കഴിവ്, മാനുഷിക കഴിവൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് പുള്ളി ഓരോരുത്തരെ രക്ഷിക്കാൻ പോകുന്നു, തീ പിടിക്കാൻ, മറ്റേ ഈ എന്തിനകത്തെ ചിട്ടി ഒക്കെ ചെയ്തതിൻ്റെ തൊട്ട് തീ പിടിക്കുന്നിടത്ത് നിന്നൊക്കെ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ,
പുള്ളി മറ്റേ മിന്നൽ ഷിബു ആവുന്നുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ ആക്കി കുറേ പേരെ പൊക്കി ആ തീ കാണിക്കുന്നതിനകത്ത് നിന്ന് പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരു വീട്ടിലാന്ന് തോന്നുന്നു ഒരു കൊച്ചും ഒരു അമ്മൂമ്മയും മാത്രമുണ്ട്. അതിനകത്ത് ആ വീട്ടിനകത്ത് നിന്ന് ആ കൊച്ചിനെയും ആ അമ്മൂമ്മയും ആ കൊച്ചും ഒരു വീട്ടിൽ തന്നെ ഉള്ളത്. അവരിങ്ങനെ പൊക്കി കൊണ്ടുവരുമ്പോൾ ആ കൊച്ചു മാത്രമേ പോകുന്നുള്ളൂ. അമ്മൂമ്മയ്ക്ക് ഭാരം ഉണ്ടായിട്ടെന്ന് തോന്നുന്നു അവിടെ കാണിക്കുന്നില്ല. അപ്പം അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് പണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ല ഇതുണ്ടായിരുന്നു, നല്ല ബിറ്റൊക്കെ കേൾച്ചുകൊണ്ട് റഹ്മാൻ്റെ മ്യൂസിക് എ ആർ റഹ്മാനെ എനിക്ക് തോന്നുന്നു ഈ രവികുമാറും പ്രൊഡ്യൂസറിനെ സമീപിച്ചപ്പം ഈ റഹ്മാൻ വിചാരിച്ചാലും ഇപ്പം പഴയൊക്കെ സിനിമ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എന്തിരം ഫസ്റ്റ് രണ്ടിനകത്തും പുള്ളി തന്നെയാണ്. എന്തിനും ബസ്സിനകത്ത് തയ്യാറാക്കി വെച്ചേക്കുന്ന കുറച്ച് മ്യൂസിക് ഇരിപ്പുണ്ട്. അതെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റിയിട്ടേ ലിറിക്സൊക്കെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. ഈ ഓഡിയൻസൊക്കെ പൊട്ടന്മാരാണെന്നാണ് എ ആർ റഹ്മാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഈ എന്തിനകത്തുള്ള ആ ഒരു മ്യൂസിക് തന്നെ തിരിച്ചു മറിച്ചു എടുത്ത് ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്തിനകത്തെ തീം സോങ് ഇതെല്ലാം അത് തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു എന്തിനകത്തെ ആ മ്യൂസിക് ഒന്ന് റിലീസ് ചെയ്തെന്ന് തോന്നുന്നു അതിനകത്തൂടെ. അത് ബോറായിട്ട് പോയി. എ ആർ റഹ്മാൻ്റെ പഴയൊക്കെ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ ഇതിനു മുമ്പ് വേസ്റ്റാക്കി പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിജയുടെ സിനിമ മെർസൽ വാട, മറ്റേ സർക്കാർ, ടോപ്പ് ടക്കർ ഇതൊക്കെ വെച്ച് കുളവാക്കി. അതിനകത്തൂടെ എ ആർ റഹ്മാനെ വെറുത്തതാണ്. കുറേ കൊമേഴ്ഷ്യൽ പടത്തിന് ഒരു ഇതിലും ചേരാത്ത സോങ്ങൊക്കെ. പക്ഷേ ആ ഒരു രീതിക്കനുസരിച്ച് കിട്ടിയ, പക്ഷേ വിദേശത്തുള്ള സോങ്ങുകളും ഒക്കെ പുള്ളി നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് അത്ര മ്യൂസിക് എനിക്ക് അത്രയായിട്ട് തോന്നിയില്ല. പിന്നെ ഇത് ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പം കുറച്ച് നമുക്ക് അറിയാം എങ്ങോട്ടാണ് കഥ പോകുന്നതെന്നൊക്കെ അറിയാം. പിന്നെ അവസാനം ഒരു ട്വിസ്റ്റ് ആണെങ്കിൽ എനിക്ക് ചെറിയൊരു മാറ്റം തോന്നിയിട്ടുണ്ട്. അതായത് ആക്ട്രസ് ഇവരൊക്കെ പിരിഞ്ഞു പോകാൻ നേരത്ത്, അതായത് ഈ ടാറ്റു തിരിച്ചു പോകാൻ നേരത്ത് ഇവരൊക്കെ ഒന്ന് യാത്ര പറയുന്ന സീനുണ്ട്. ഞാൻ വിചാരിച്ച അതിനകത്ത് അവസാനം ആക്ട്രസിനും ചെറിയൊരു ഇത് കിട്ടുമായിരിക്കുന്നു, ഒരു ടാറ്റുവിൻ്റെ ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ തിരിച്ച് അയെല്ലാം വരുന്ന സൂചികയായിരിക്കാം, ടാറ്റു വരുന്ന സൂചികയായിരിക്കാം ശിവകാർത്തികേയന് നല്ല ഒരു ഇത് വരുന്നുണ്ട്. പുള്ളി ഒരു അമാനുഷികൻ വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടെ നടന്നു പോകുന്ന രീതിയിലൊക്കെ കാണിച്ചാണ് നിർത്തിയേക്കുന്നത്. ടോട്ടലി ഈ പടത്തിനെ നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു വട്ടം കണ്ടിരിക്കാം. പക്ഷേ ഈ പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്നു. കാരണം ഈ ബെൻഡൻ കാണുന്നതൊക്കെ ഒരു പ്രായത്തിലുള്ള പിള്ളേരൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ വലിയവർക്ക് ഫാമിലി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാം. അവർക്കെല്ലാം ചേരുന്ന രീതിയിൽ ചേരുവയൊക്കെ ചേർത്താണ് ഈ പടം നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നും പറഞ്ഞ് അതൊരു ചെറുപ്പക്കാർക്ക് ഒരു 20 വയസ്സിന് മേളിലുള്ള ആൾക്കാർക്ക് അത് ചിലവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ എനിക്ക് ഒരു വട്ടം കണ്ടിരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എനിക്ക് പടം ഒരു വട്ടം കണ്ടിരിക്കാം, ഒരു എബോവ് ആവറേജ് ആ ഒരു ഫീലിംഗ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.